ഹേ ഗായ്സ് ഫുഡിലേക്ക് കയ്യിൽ ജോറായി നിൽക്കുമ്പോഴാണ് ഒരു താത്ത വന്നത്. ആ താത്തേന് എസ്റ്റേറ്റിന്റെ മൊത്തം മേൽനോട്ടം. അതുകൊണ്ട് ഞാൻ താത്താന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. താത്തേനെ ഫുൾ ഡീറ്റെയിൽസ് ബുക്ക് ആയിരുന്നു. താത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നമുക്ക് അടുത്ത് പോകാനുള്ള ഒരു ലൊക്കേഷനും കിട്ടി. താത്താണെങ്കിൽ നമുക്ക് അവിടെ പുളിമരത്തുമ്പോൾ കുറച്ച് പുളിയും തന്നു. അങ്ങനെ അതും കടിച്ച് പിടിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാവരും ഫുഡേക്ക് കഴിഞ്ഞത്. നമ്മളെല്ലാവരും ഫുഡേക്ക് കഴിഞ്ഞുകൊണ്ട് നമ്മളെല്ലാ വേസ്റ്റുകളും പെറുക്കി എടുക്കുകയാണ്. കാരണം പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മൾ കൊടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ വരെ പെറുക്കിയോളം വണ്ടിയുടെ ഡിക്കിയിലിട്ടു. നമ്മൾ വണ്ടി ആയിട്ട് നരസിമുക്കാണ് നടന്നു. അവിടുത്തെ പെട്ടെന്ന് അവിടെ ഒരു കട. അങ്ങനെ അവിടെ നമ്മൾ ഉച്ചയ്ക്ക് മന്തി തയ്ക്കാൻ വേണ്ടി ഒരു സോഡ പറഞ്ഞു. ഇതായിട്ടുള്ള ഒരുപാട് കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ചോറച്ചുള്ളതുകൊണ്ട് നമുക്കൊന്നും പോകണ്ട. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഈ ഒരു കട മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജ്യൂസും കുടിച്ച് മേലോട് സ്ഥലം വിടാൻ വിചാരിച്ചപ്പോഴത്തെ ഒരു ആട് നമ്മൾ സമ്മതിക്കുന്നില്ല. അല്ല ആട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഡീൽ ചെയ്ത് എല്ലായിടത്തും പോകുന്നുണ്ട്. ചിലപ്പോൾ വള്ളി പിടിക്കുന്ന ആട് നമ്മളെ കൊണ്ടേ പോകുള്ളൂ. അതുകൊണ്ട് വല്ലാതെ പിടിപ്പിടിക്കാനില്ല. നമ്മൾ കഴിച്ച സാധനങ്ങളുടെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഞാൻ നമ്മൾ നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് അവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഇതല്ലേ ഇതേമാതിരി കുറെ പറമ്പുണ്ട്. ഇതിന്റെ ഒരു തലക്ക് നമ്മൾ നടക്കാൻ തുടങ്ങി അടുത്ത തല വരെ എത്തണം. എന്തായാലും നടക്കാൻ നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഉച്ചക്ക് ഉച്ചവെയിൽ മണ്ടലടിക്കുന്ന സമയമാണെങ്കിലും ഇവിടെ അത്ര ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ വല്ലാതെ നരസിമുക്ക് വ്യൂ പോയിന്റ് എന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര വലിയ എക്സ്പീരിയൻസ് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ ഞങ്ങളമാതിരി കുറച്ചാണ് നടന്നു കഴിഞ്ഞാൽ തളർന്ന് ചാവണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനേ നിൽക്കണ്ട. കാരണം ഇവിടെ ആകെ നടക്കാനാണ്. കുറച്ചാണ് നടന്നു പോയാലേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് അതുവരെ ഉള്ളൂ തോന്നുമെങ്കിലും അത്യാവശ്യം നടക്കാണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചാലും ഉത്തരം നടക്കാനുള്ള കാരണത്തിൽ അതൊക്കെ ദഹിച്ചു പോയിക്കോളും. ആ സോഡ കുടിച്ച് വെറുതെ പിന്നെ ഉള്ള കാറ്റിൽ അറിയാതെ പാറിപ്പോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കുട്ടിനെ പിടിച്ച് കൈ പിടിച്ചു. കുറച്ച് കനം തോന്നണ്ടേ. പക്ഷെ നമ്മൾ ഈ കാറ്റും കാടും മലയും കുന്നും താണ്ടി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം കാണുന്ന വ്യൂ അത് നൈസാണ്. പക്ഷെ ഇത്രയും ദൂരം നടന്നു കാണാനുള്ള വ്യൂ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ടു വരില്ല. ഒരു ഓക്കെ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. പിന്നെ ശരിക്കും രാവിലെയോ വൈകുന്നേരമായിട്ട് കോടയിലാണ് ഈ വ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഇപ്പം എൻ്റെ ടേസ്റ്റ് ആവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. നമുക്ക് ഉച്ചയ്ക്ക് കിട്ടിയ വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ റേറ്റ് ചെയ്തോളി. പിന്നെ ഈ വണ്ടി ഉണ്ടല്ലോ അത് ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പോർട്ട് ആണെന്ന് സംശയം. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത കാരണത്താൽ നമ്മൾ അതിനെക്കുറിച്ച് വല്ലാതെ അന്വേഷിച്ചില്ല. എന്തായാലും നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ എത്ര നേരം ആസ്വദിച്ച സ്ഥിതിക്ക് നമ്മളവിടെ മെല്ലെ പോരുകയാണ്. തിരിച്ചു അത്ര ദൂരം നടക്കണം എന്നാലേക്കുമ്പോൾ ചെറിയൊരു സങ്കടം. എന്നാലും ആക്കി നടന്ന് പോകുന്നല്ലേ പറ്റൂ. നമ്മൾ കയറിപ്പോയ പടവുകളെ ഞാൻ താണ്ടിക്കൊണ്ട് നമ്മൾ തിരിച്ചു മടങ്ങി. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ അടുത്ത ലൊക്കേഷനിൽ കാണാം.